ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തെല്ലാമാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മൾ റാഹത്തായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോമ്പ് 25-ൻ്റെ കുറച്ച് വിശേഷങ്ങളെ ഇൻക്ലൂഡ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണട്ടെ. കണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഏന്നത്തെ പോലെയും വൈകുന്നേരം 4:15 കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. വന്നിട്ട് ഫസ്റ്റ് തന്നെ മീനെല്ലാം കഴുകി വെച്ചു. അതിനുശേഷം കറിക്ക് അരക്കാനിടലാണ് കേട്ടോ. മീൻ ചാറാന്നിട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ പകുതി അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വീണ്ടും അരച്ചെടുക്കലാണ്. അങ്ങനെ കറിക്കുള്ളതെല്ലാം അരച്ചെടുത്തിട്ടു. ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, മാങ്ങ, തക്കാളി എല്ലാം ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കലാണ്. അങ്ങനെ കറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മീനെല്ലാം ഇട്ട് കൊടുത്തു. ആ സമയം കൊണ്ട് തന്നെ കാടമുട്ടലെ വേവിച്ചെടുക്കലാണ്. അങ്ങനെ ഇതാ കാടമുട്ട വേവിക്കാൻ വേണ്ടി വെച്ചുട്ടാ. ഇനി ഉള്ളി വജ ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള സവാളെല്ലാം എരിഞ്ഞെടുക്കലാണ്. കാടമുട്ട മുളകെല്ലാം പറ്റിയിട്ട് മസാല ഉണ്ടാക്കിയെടുക്കാനാണ്. ഉള്ളി വജക്കുള്ള സവാളെല്ലാം എരിഞ്ഞെടുക്കലാണ്. ഇത് ഉള്ളി വെച്ചിട്ടുള്ള സവാളെല്ലാം അരിഞ്ഞെടുത്തിട്ട് അതിനൊക്കെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കറിവേപ്പില, മല്ലിപ്പൊടി, മല്ലിയില, ഈ കറിവേപ്പില, പച്ചമുളക് എല്ലാം ചേർത്തെടുത്തിട്ട് അതിൻ്റെ എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കലാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. നല്ലപോലെ കൈ കൊണ്ട് ഞരമ്പി മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് കടലമാവും ചേർത്ത് കൊടുക്കാം. മറ്റു നല്ലപോലെ മിക്സാക്കി എടുക്കാം കേട്ടോ. അതിന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഉള്ളി വജ ചൂടാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ മീഷോയിൽ പിള്ളേർക്ക് ഡ്രസ്സ് ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. അതെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാം അങ്ങനെ നോക്കലാണ്. ഇങ്ങനെ പറയുന്ന ഉള്ളുനാല ഇടുന്ന ഡ്രസ്സില്ലേ, അത് റാസിക്കും റിയാക്കുമാണ് കേട്ടോ. റിയുവിനുള്ളതാണ്. ഡ്രസ്സെല്ലാം നോക്കി നേരത്തെ കിച്ചണിലേക്ക് പോയിട്ടാ. കിച്ചണിൽ പാൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാലെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഗ്യാസെല്ലാം ഓഫാക്കി സിമ്മിലാക്കി കൊടുത്തുകൊണ്ട് മറിഞ്ഞിട്ടാ. അങ്ങനെ ഇത് ബസളൻ്റെ ഇല വെച്ചിട്ടൊരു അപ്പം ഉണ്ടാക്കുന്നുണ്ട്. ബസള ചപ്പല ബജ്ജി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഇതാ ചപ്പലെല്ലാം പൊട്ടിച്ചെടുക്കലാണ്. അങ്ങനെ ഇതാ ബസളെല്ലാം പൊട്ടിച്ചെടുത്തോട്ട്. അങ്ങനെ കാടമുട്ടല വന്നിട്ടുണ്ട്. അതിൽ ഗ്യാസ് ഓഫാക്കി ബസള ബജ്ജിയാക്കാനുള്ള മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോന്നേ ചുട്ടെടുക്കലാണ്. അതായത് ഉള്ളി വജെല്ലാം ചുട്ടെടുത്തു. ഇനി ബസളയിലെല്ലാം ചുട്ടെടുക്കലാണ്. അതിലൊക്കെ ചിക്കൻ കബാബെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം ഓരോന്നേ ഫ്രൈ ചെയ്തെടുക്കലാണ്. ബസള ഇല വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാ ബസളൻ്റെ ഇലയെല്ലാം ഫ്രൈ ആക്കി എടുത്തു. ഇതാ
പിന്നെ ചിക്കൻ കബാബെല്ലാം ഫ്രൈ ആക്കി എടുക്കലാന്ന്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ മുട്ട അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് തന്നെ മുട്ടയിലെ മസാല പറ്റി വെക്കലാന്ന്. ഇത് മുത്താറിപ്പാലാണ് കേട്ടോ. മമ്മി മുത്താറിപ്പാലാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം അതാ ക്ലാസ്സിലെല്ലാം ആക്കിയിട്ട് വെക്കലാന്ന് കേട്ടോ. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അങ്ങനെ അപ്പെല്ലാം ഫ്രൈ ആക്കി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ടേബിൾ ഓരോന്നേ കൊണ്ടുവെക്കലാന്ന്. ഉള്ളി ബജ, ചിക്കൻ കബാബ്, കാടമുട്ട മസാല, പിന്നെ ബസളയില ബജ്ജി, അങ്ങനത്തെ എല്ലാ ടേബിളും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ജ്യൂസ്, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാ ടേബിളും കൊണ്ടുവച്ച് ഇനിയിപ്പോൾ വാങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യലാന്ന്. അങ്ങനെ എല്ലാ ടേബിളുമ്പോൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോരോ പ്ലേറ്റിലാക്കി വെക്കലാന്ന് കേട്ടോ. അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പറിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ എല്ലാവരും ഇരുന്നു ബാങ്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി നോമ്പ് തുറക്കലാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.